നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്നതിൽ കോൺഗ്രസിൽ തർക്കം. എംപിമാരും മുതിർന്ന നേതാക്കളും മത്സരമോഹവുമായി രംഗത്ത്. പ്രതിസന്ധി മറികടക്കാൻ കനകോലുവിന്റെ PR ഓപ്പറേഷനിൽ പ്രതീക്ഷയർപ്പിച്ച കേരളത്തിലെ കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരു നയിക്കുമെന്നത് മുതൽ എംപിമാരുടെയും മുതിർന്ന നേതാക്കളുടെയും മത്സരമോഹം വരെയുണ്ട് കോൺഗ്രസിലെ പ്രതിസന്ധി. എന്നാൽ തമ്മിൽ ഏറ്റുമുട്ടുന്ന നേതാക്കളെ അനുനയിപ്പിച്ച് ഒരു കുടക്കീഴിൽ നിർത്താനാണ് വയനാട് ക്യാമ്പ് ലക്ഷ്യമിട്ടത്. അവിടെയും നേതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യം മറനീക്കി പുറത്തുവന്നു. മുല്ലപ്പള്ളിയും VM സുധീരനും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. തനിക്കെതിരെ ഉണ്ടായ പോസ്റ്റർ പ്രചരണത്തിൽ അതൃപ്തനാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സുധീരനും നിലവിലെ നേതൃത്വത്തോട് വിയോജിപ്പുള്ള ആളാണ്. സാങ്കേതികമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് UDFന്റെ ലീഡർ. പക്ഷേ പാർട്ടിയിൽ സതീശന് മുകളിൽ ഊഴം കാത്ത് മറ്റു പലരും ഉണ്ട്. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, കോൺഗ്രസിന് ഒരു ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. അത് ഞങ്ങൾ അഭിമാനമാണ്. നല്ല ലീഡർഷിപ്പ് ഉണ്ട് കോൺഗ്രസിന്. നിങ്ങൾ പ്രതിനിധിക്കോ. പ്രതിസന്ധി മറികടക്കാൻ കനകോലുവിന്റെ PR ഓപ്പറേഷനിലാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. സുനിൽ കനകോലു കോൺഗ്രസിന്റെ ഭാഗമാണെന്നും കനകോലുവിന്റെ സേവനങ്ങൾ പാർട്ടി പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും KC വേണുഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. കനകോലു ഇപ്പോൾ പാർട്ടിയുടെ ഭാഗം തന്നെയാണ്, പുറത്തല്ല. കനകോലു ഇപ്പം നമ്മുടെ അങ്ങനെ പാർട്ടിയുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള AICC മെമ്പറാണ്, പാർട്ടിയുടെ ഭാഗമാണ്. പാർട്ടിയിൽ അദ്ദേഹം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഞങ്ങൾ എല്ലാ ഇലക്ഷനും പ്രയോജനപ്പെടുത്താറുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ആസാമിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. എല്ലാ ഇലക്ഷനും പ്രയോജനപ്പെടുത്തും. അവരുടെ സേവനം പ്രയോജനപ്പെടുത്തും, കിട്ടാവുന്ന മറ്റ് ആളുകളുടെ സേവനം ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം കണ്ട് നിയമസഭയിൽ അമിത ആത്മവിശ്വാസം വേണ്ടെന്നും പുതിയ പദ്ധതി തയ്യാറാക്കണമെന്നുമാണ് കനകോലു നേതൃത്വത്തിന് നൽകിയ റിപ്പോർട്ട്. സർക്കാരിന്റെ വിലയിരുത്തൽ പ്രതിപക്ഷത്തിന് തിരിച്ചടിയായി മാറും. വിവാദങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കനകോലുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതിനാൽ UDF തിരിച്ചുവരികയാണെന്ന പ്രതീതി ഉണ്ടാക്കണം. മാധ്യമങ്ങളിൽ ഇതിനായുള്ള അജണ്ട സെറ്റ് ചെയ്യണമെന്നും കനകോലു മുതിർന്ന നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. സ്വാഭാവികമായും മാധ്യമങ്ങൾ വഴിയുള്ള നുണപ്രചരണങ്ങൾക്കാകും ഇനി കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.